നമസ്കാരം പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഇന്നത്തെ വിഷയമെന്ന് പറയുന്നത് എല്ലാവർക്കും വളരെയധികം പ്രിയപ്പെട്ടതും വളരെയേറെ പ്രാധാന്യമുള്ളതുമാണ്. എന്താണെന്നല്ലേ, നമ്മളെ എല്ലാവരും സ്നേഹിക്കണം എന്നതാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ എല്ലാവരെയും സ്നേഹിക്കണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് സ്നേഹം കൊടുത്താൽ മാത്രമേ നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് സ്നേഹം കിട്ടൂ. എന്തുകൊണ്ടാണ് നമ്മൾ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? നമ്മൾ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെയും എല്ലാവരും സ്നേഹിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. വിചാരം എന്ന് പറയുന്നത് എൻ്റെ ഭാഗമെല്ലാം ശരിയാണ്, അപ്പോൾ ഞാൻ സ്നേഹിക്കുന്നവർ, ഞാൻ ഇഷ്ടപ്പെടുന്നവരെല്ലാം എന്നെ തിരിച്ച് സ്നേഹിക്കണം എന്നുള്ളത് മനുഷ്യന്റെ ഒരു സ്വാർത്ഥമായ ഒരു ആഗ്രഹമാണ്. മനുഷ്യർ മാത്രമല്ല, പക്ഷി മൃഗാദികളാണെങ്കിലും എല്ലാവരുടെയും സ്നേഹം കിട്ടണമെന്നാണ് ആഗ്രഹിക്കാറുള്ളത്. ഇങ്ങനെ എല്ലാവരുടെയും സ്നേഹം കിട്ടണമെങ്കിൽ മനഃശാസ്ത്രമായ ഒരു സമീപനത്തിലൂടെ നമ്മൾ ഇടപെടേണ്ടതുണ്ട്. ത്തിന്റെ പേരിൽ പലവിധം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മനുഷ്യരാണ് നമുക്ക് ചുറ്റുമുള്ളത്. നമ്മളെ ഒരുപാട് അധികം സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. ആ സ്നേഹത്തിന് വേണ്ടി പലതും ത്യജിക്കുന്നവരുമുണ്ട്. എന്നാൽ ആ സ്നേഹം ത്യജിക്കുന്നവരുടെ സ്നേഹം പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറില്ല എന്നതാണ് ഒരു സത്യം. സ്നേഹം ലഭിക്കുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിന് കിട്ടുന്നത്? അതൊരു ആത്മസുഖമാണ്. അങ്ങനെ ആത്മസുഖം കിട്ടുന്നത് കൊണ്ടാണ് മനുഷ്യർ അതിന്റെ പുറകെ തന്നെ ഇങ്ങനെ പോകുന്നത്. സ്നേഹം കിട്ടുമ്പോൾ മാത്രമേ ഒരു ആത്മസുഖം കിട്ടത്തുള്ളൂ. നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യുക മാക്സിമം. ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു മേഖലയാണ് സ്നേഹം കിട്ടാത്തതിന്റെ പേരിൽ. ഇതിനു വേണ്ടിയിട്ടുള്ള ടിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ മനസ്സിനെ കുറിച്ച് നമുക്ക് ഏകദേശ ധാരണ ഉണ്ടായിരിക്കണം. നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് നമ്മൾ എന്ത് കൊടുക്കുവാണെങ്കിലും അത് സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്യാറുള്ളത്. നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഒരു കാര്യം പതിയണമെങ്കിൽ അത് നിങ്ങളുടെ ബുദ്ധിക്ക് യോജിച്ചതായിരിക്കണം, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളതായിരിക്കണം, നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. നിങ്ങൾക്ക് പുറമേ നിന്ന് കിട്ടുന്നത് ഒരു വ്യക്തിയിൽ നിന്നാവാം, ഒരു സാഹചര്യത്തിൽ നിന്നാവാം. എന്ത് തന്നെ ആയാലും അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് കോപ്പി ചെയ്യാൻ പറ്റുന്നത് കൂടിയായിരിക്കണം. നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് എന്തെങ്കിലും ഒരു കാര്യം കയറണമെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു ട്രസ്റ്റ് ഉണ്ടാവണം. അതുപോലെ തന്നെയല്ലേ തിരിച്ചും. നിങ്ങൾ ഒരാളോട് സ്നേഹത്തിലും സന്തോഷത്തിലും പെരുമാറിയാൽ മാത്രമല്ലേ അയാൾക്ക് നിങ്ങളോട് ഒരു ട്രസ്റ്റ് ഉണ്ടായിട്ട് അയാളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് കോപ്പി ചെയ്യത്തുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമല്ലേ തിരിച്ച് നിങ്ങളോട് സ്നേഹം ഉണ്ടാവാനും ഒരു അടുപ്പമുണ്ടായി കഴിയുമ്പോൾ പിന്നെ എല്ലാം പെട്ടെന്നായിരിക്കും. മറ്റുള്ളവർ ഇഷ്ടപ്പെടണമെങ്കിൽ, നിങ്ങളെ മറ്റുള്ളവരെ സ്നേഹിക്കണമെങ്കിൽ അവരുടെ കണ്ണിൽ അവർ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള എന്തെങ്കിലും പ്രത്യേകതകൾ നിങ്ങൾക്കുണ്ടാകണമല്ലേ. ഇനി ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അത് മെയിൻറ്റെയിൻ ചെയ്തു പോകണം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായാൽ മാത്രമല്ലേ അങ്ങനെ എല്ലാവരും നിങ്ങളെ സ്നേഹിക്കത്തുള്ളൂ. അതിനുവേണ്ടി ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ യാചിക്കരുത്. യാചന എന്ന് പറയുമ്പോൾ അതൊരു തരം ദാരിദ്ര്യം പിടിച്ച അവസ്ഥയായി പോകും. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ തനിയെ തേടി വന്നോളും. സ്നേഹത്തിനാണല്ലോ എല്ലാ സ്ഥലത്തും പ്രാധാന്യം. താങ്ക് യു.